LDFിൽ നിന്നും ഇടതുപക്ഷത്തിൽ നിന്നും വലിയ തോതിലുള്ള ഒരു കൊഴിഞ്ഞുപോക്കലുകളാണ് ഇപ്പോൾ കുറച്ച് നാളുകളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് നിരവധി പേർ, പ്രവർത്തകരടക്കം, അതോടൊപ്പം തന്നെ പല നേതാക്കളടക്കം ഇടതുപക്ഷം വിട്ടുകൊണ്ട് BJPയിലേക്കും വലതുപക്ഷത്തിലേക്കും എത്തുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. അതിൽ തന്നെ കൂടുതൽ പേരും BJPയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ CPM നേതാവും മുൻ കഴക്കൂട്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും കൂടിയായിരുന്ന ശ്രീമതി ആനി അശോകൻ ഇപ്പോൾ ഇടതുപക്ഷത്തിലെ ബന്ധം പൂർണ്ണമായും വിട്ടുകൊണ്ട് BJPയിൽ അംഗത്വം സ്വീകരിച്ചിരിക്കുകയാണ് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് CPM നേതാവും മുൻ കഴക്കൂട്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും കൂടിയായിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ ഇടതുപക്ഷം വിട്ടുകൊണ്ട് BJPയിൽ ചേർന്നിരിക്കുന്നത് തന്നെ. തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കുന്ന സമയത്തുണ്ടാകുന്ന ഈ ചാഞ്ചാട്ടമൊക്കെ തന്നെയും വളരെ വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിന് സംശയമില്ല. പ്രത്യേകിച്ച് BJPക്ക് സ്വാധീനമുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കുന്നതും ഇടതുപക്ഷത്തിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കലുകളൊക്കെ തന്നെയും BJPയിലേക്ക് എത്തിച്ചേരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നതും ഒക്കെ തന്നെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് സംഭവിക്കുന്ന ഈ മാറ്റങ്ങളൊക്കെ തന്നെയും കനത്തൊരു പ്രഹരമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്തായാലും ഒരു കൂട്ട കൊഴിഞ്ഞുപോക്കലുകൾ പ്രവർത്തകരടക്കം, നേതാക്കളടക്കം നിരവധി പേർ ഇതിനോടകം തന്നെ, അതായത് 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നും അതിനുശേഷവുമായിട്ട് നിരവധി പേരാണ് പല ജില്ലകളിൽ നിന്നായിട്ട് ഈ പറയുന്ന തോതിൽ ഇടതുപക്ഷത്തിൽ നിന്നും രാജിവെച്ചുകൊണ്ട് ഇടതുപക്ഷ ബന്ധം പൂർണ്ണമായും ഉപേക്ഷിച്ചുകൊണ്ട് BJPയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുള്ളത്. അത് പല ജില്ലകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു, ഒരു മാറ്റവുമില്ലാതെ എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് പ്രമുഖ നേതാക്കളടക്കം ഈ പറയുന്ന തോതിൽ BJPയിലേക്ക്, അതായത് പ്രധാനപ്പെട്ട പല സ്ഥാനങ്ങളും വഹിച്ച വ്യക്തികളടക്കം ഇപ്പോൾ BJPയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതും തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് തന്നെയുള്ള ഈ ഒരു കൊഴിഞ്ഞുപോക്കലുകളൊക്കെ തന്നെയും ഏത് തരത്തിൽ ഇടതുപക്ഷത്തെ ബാധിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. അതോടൊപ്പം തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ തന്നെ ഗുണകരമായി മാറുമോ, അല്ലെങ്കിൽ അവർക്കത് ഗുണകരമാക്കി മാറ്റാനായി സാധിക്കുമോ എന്നുള്ളതും കണ്ടറിയേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.